നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ലോറി ഉടമയ്ക്ക് ഇൻഷുറൻസ് ലഭിക്കാൻ സർക്കാർ വൻതുക മുടക്കണോ എന്നത് ഉത്തര കന്നഡ ജില്ലാ ഭരണകൂടത്തിന്റെ ആലോചന. മണ്ണ് നീക്കിയാലും കാണാതായവരുടെ ശരീരം കണ്ടെത്താനാകുമോ എന്നതിൽ ഉറപ്പില്ല. ഇതോടെ അർജുനെ കണ്ടെത്താനുള്ള ദൌത്യത്തിന്റെ വീണ്ടും അനിശ്ചിതത്വം. മണ്ണ് നീക്കം ചെയ്യാൻ ഡ്രഡ്ജർ കൊണ്ടുവരുന്നതിൽ തീരുമാനമായില്ല. 1 കോടിയോളം രൂപ മുടക്കി ഗോവയിൽ നിന്ന് യന്ത്രം എത്തിക്കണോ എന്ന കാര്യം പരിശോധിക്കുകയാണ് സർക്കാർ. നിലവിൽ തെരച്ചിൽ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ്. ഗംഗാവലി പുഴയിൽ ഒഴുക്ക് കൂടിയതും വെള്ളം കലങ്ങിയതും കണക്കിലെടുത്താണ് തെരച്ചിൽ അവസാനിപ്പിച്ചത്. രക്ഷാദൌത്യത്തിന്റെ തുടർ നടപടികൾ ആലോചിക്കുന്നതിനായി ഇന്ന് രാവിലെ ഉന്നതതല യോഗവും ചേരും. ഒരാഴ്ച കഴിഞ്ഞ് ഡ്രഡ്ജർ എത്തിക്കാനാകൂവെന്നാണ് കമ്പനി മാധ്യമങ്ങളോട് പറഞ്ഞത്. ഉപകരണം എത്താൻ 5 ദിവസം എടുക്കുമെന്ന് കാർവാർ MLA സതീഷ് സെയിനും വ്യക്തമാക്കിയിരുന്നു. കഴിഞ്ഞ ദിവസത്തെ തെരച്ചിലിൽ ഗംഗാവലി പുഴയിൽ നിന്ന് ലോറിയുടെ കയറും ലോഹഭാഗങ്ങളും കണ്ടെത്തിയിരുന്നു. കയർ അർജുന്റെ ലോറിയുടേതാണെന്ന് ലോറി ഉടമ മനാഫും സ്ഥിരീകരിച്ചു. 50 മീറ്റർ നീളമുള്ള കയറാണ് ലഭിച്ചിരുന്നത്. ഈശ്വർ മാൽപ്പയുടെ സംഘമാണ് കയർ കണ്ടെത്തിയത്. കണ്ടെത്തിയ വണ്ടിയുടെ ബോഡി പാർട്ട് അർജുന്റെ ലോറിയുടേതല്ല. അർജുനെ കണ്ടെത്താനുള്ള തെരച്ചിലിൽ നിർണായക തെളിവ് ലഭിച്ചെന്ന് രക്ഷാദൌത്യം ഏകോപിപ്പിക്കുന്ന ജില്ലാ കളക്ടർ ലക്ഷ്മിപ്രിയ വ്യക്തമാക്കിയിരുന്നു. കയറടക്കം കണ്ടെത്തിയതിനാൽ അർജുന്റെ ലോറി പുഴയ്ക്കടിയിൽ തന്നെ ഉണ്ടെന്ന് ഉറപ്പായെന്നും അവർ വ്യക്തമാക്കി. കഴിഞ്ഞ മാസം 16-നാണ് കോഴിക്കോട് കർണാടക സ്വദേശിയായ അർജുനെ കർണാടകയിൽ മണ്ണിടിച്ചിലിൽ കാണാതായത്. അർജുന് പുറമെ കർണാടക സ്വദേശികളായ ലോകേഷ്, ജഗന്നാഥ് എന്നിവരെയും കാണാതായിട്ടുണ്ട്. നദിയുടെ അടിത്തട്ടിൽ അടിഞ്ഞുകിടക്കുന്ന മണ്ണാണ് തെരച്ചിലിന് പ്രധാന തടസ്സം നൽകുന്നത്. നദിയിലെ സീറോ വിസിബിലിറ്റിയും പ്രതികൂല കാലാവസ്ഥയും ദൌത്യത്തിന് വെല്ലുവിളിയും. വെള്ളത്തിലെ കലക്ക് കുറഞ്ഞാൽ ഡൈവിംഗ് നടത്തുമെന്നാണ് ഈശ്വർ മാൽപ്പെ വ്യക്തമാക്കിയത്. നാവികസേനയുടെ സംഘം തിരച്ചിൽ നടത്തുന്നതിലും അനിശ്ചിതത്വമുണ്ട്. ബുധനാഴ്ച പകൽ മുഴുവൻ തുടർന്ന ശിരൂരിൽ തിരച്ചിലിനൊടുവിൽ ഗംഗാവലി പുഴയിൽ നിന്ന് ലോറിയിലെ കയറും വാഹനങ്ങളുടെ ലോഹഭാഗങ്ങളും വീണ്ടെടുക്കുകയായിരുന്നു. കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശി ലോറി ഡ്രൈവർ അർജുൻ ഉൾപ്പെടെ 3 പേർക്കുള്ള തെരച്ചിലിൽ മുങ്ങൽ വിദഗ്ധർ ഈശ്വർ മാൽപ്പയും സംഘവും നാവികസേന, കേന്ദ്ര സംഘത്തിന്റെയും സംസ്ഥാനത്തിന്റെ പ്രകൃതി ദുരന്ത നിവാരണ സേന എന്നിവർ പങ്കാളികളായി. ഗംഗാവലി പുഴയിൽ അടിഞ്ഞുകൂടിയ മണ്ണിൽ പുതഞ്ഞു കിടന്ന കയറാണ് 2ാം ദിന ദൌത്യത്തിൽ പ്രതീക്ഷയെ കണ്ടെത്തിയത്. നാവികസേന മുറിച്ചു നൽകിയ കയർത്തുമ്പ് അർജുൻ ഓടിച്ച ലോറിയിൽ മരത്തടികൾ ബന്ധിക്കാൻ ഉപയോഗിച്ചതാണെന്ന് ഉടമ മനാഫ് തിരിച്ചറിയുകയായിരുന്നു. മണ്ണിടിച്ചിലിൽ മരിച്ച ലക്ഷ്മൺ നായിക്കിന്റെ ഹോട്ടൽ സ്ഥിതി ചെയ്തിരുന്ന ഭാഗത്തു നിന്നായാണ് കയർ കിട്ടിയത്. മരക്കുറ്റികൾ, വൈദ്യുത ലൈൻ കഷ്ണങ്ങൾ, വാഹനത്തിന്റെ ഷാക്കൽ, സ്ക്രൂ പിൻ, സ്പെയർ ഗിയർ, മറ്റു ലോഹഭാഗങ്ങൾ എന്നിവയും കണ്ടെത്തി. ലോഹഭാഗങ്ങൾക്ക് തന്റെ ലോറിയേക്കാൾ പഴക്കമുണ്ടെന്ന് മനാഫ് പറഞ്ഞു. മണൽത്തിട്ടകൾ നീക്കിയുള്ള തിരച്ചിലിലൂടെ മാത്രമേ ദൌത്യം വിജയിക്കാനാകൂ എന്നാണ് ഉത്തര കന്നഡ ജില്ലാ ഭരണകൂടത്തിന്റെ നിഗമനം. കഴിഞ്ഞ ദിവസം കയർ കണ്ടെത്തിയ ഭാഗത്ത് ഇന്നലെ കയറിൽ കൂടുതൽ ഭാഗം മാൽപ്പേ സംഘം ലഭിച്ചിരുന്നു. ഈ സ്പോട്ടിൽ തിരച്ചിൽ നടത്താനായിരുന്നു നീക്കം. ആദ്യഘട്ടത്തിൽ മന്ദഗതിയിലായിരുന്ന തിരച്ചിൽ കേരളത്തിന്റെ ഇടപെടലിനെ തുടർന്നാണ് ദ്രുതഗതിയിലായത്. പ്രതികൂല കാലാവസ്ഥയും പ്രതിസന്ധി സൃഷ്ടിച്ചു. വലിയ കല്ലുകളാണ് വെള്ളത്തിനടിയിൽ. ഈ കല്ലുകൾ നീക്കാൻ സാധിച്ചാലേ ലോറിയുടെ സ്ഥാനം കൃത്യമായി കണ്ടെത്താൻ കഴിയും. അതിനാവശ്യമായ ഉപകരണങ്ങളില്ല എന്നത് വലിയ പ്രതിസന്ധിയാണ്. ഡ്രഡ്ജർ എത്തിക്കാൻ വൈകുന്നതും പ്രതിസന്ധിയാണ് എന്ന് മൽപ്പെ പ്രതികരിച്ചിരുന്നു. അതിനിടെ എത്രയും വേഗം ലോറി കണ്ടെത്താനാകുമെന്ന പ്രതീക്ഷയിലാണ് ലോറി ഉടമ മനാഫ്. ഡ്രഡ്ജർ എത്തിക്കും മുമ്പ് തന്നെ അർജുനെ കണ്ടെത്താൻ കഴിയട്ടെ എന്നും പ്രാർത്ഥനയിലായിരുന്നു മനാഫ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.